എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ശ്രീനിധി. ഇന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾ ഏവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. LD ക്ലർക്ക്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 ഈ രണ്ട് തസ്തികകളിലേക്കാണ് പ്രധാനമായിട്ടും വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിശദമായ സിലബസ്, കട്ട് ഓഫ് മാർക്ക്, ഒടുവിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് വേണം നമ്മൾ ഒരു പരീക്ഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് തിരിച്ചറിയാൻ. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങളെ അതിന് സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 തസ്തികയിൽ നിലവിലുള്ള 113 ഒഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. വിജ്ഞാപന തീയതി ഈ മാസം 1-ാം തീയതി ആയിരുന്നു. സെപ്റ്റംബർ 1-ാം തീയതിയാണ്. നമുക്ക് സെപ്റ്റംബർ 30-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഒട്ടും വൈകണ്ട, ഏറ്റവും ഉടനെ തന്നെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി തന്നെ അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. കാറ്റഗറി നമ്പർ എത്രയാണ്? 039/2025. തസ്തികയുടെ പേര് LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2, ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ശമ്പള സ്കെയിൽ എത്രയാണെന്ന് നോക്കിക്കേ. 26,500-നും 60,700-നും മധ്യയാണ് അല്ലെ. മികച്ച ഒരു ശമ്പള സ്കെയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക്, അതുപോലെ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 ഈ രണ്ട് തസ്തികയിലും നൽകിയിട്ടുള്ളത്. യോഗ്യത എന്താണ്? +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് യോഗ്യതയിൽ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഒഴിവുകൾ 113 ആണ് എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കുന്നതാണ്. അപ്പോൾ 3 വർഷം നിലവിലിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അത്രയേറെ കൂടുതലാണ് എന്ന് തിരിച്ചറിയുക. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ് എന്ന് ആശ്വാസകരമായ ഒരു വർത്തമാനം കൂടി വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്നു. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18-നും 36-നും മധ്യയാണ്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 1, 2007-നും അതുപോലെ തന്നെ ജനുവരി 2, 1989-നും മധ്യേ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് റെഗുലേഷൻസ് 2016 അപ്പൻഡിക്സ് 3B വിജ്ഞാപനത്തിന്റെ പാർട്ട് 2-ൽ പൊതുവ്യവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ 2-ാം ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പരീക്ഷാ ഫീസ് എത്രയാണ്? ജനറൽ കാറ്റഗറിക്ക് 500 രൂപയാണ്. SC കാർക്കും ST കാർക്കും 280 ആണ്. OBC കാർക്ക് ഫീസ് ഇളവില്ല, 500 രൂപ തന്നെയാണ്. ജനറൽ കാറ്റഗറിക്ക് 500 ആണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ് എന്നുകൂടി വിജ്ഞാപനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു വിവരങ്ങളിലേക്ക് കടന്നാൽ ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാവുന്നത്
എന്ന് വിശദമായി തന്നെ പറയുന്നുണ്ട്. ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായങ്ങളിൽപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നെയോ 10% സംവരണം ലഭിക്കുന്നതാണ്. നവംബർ 18, 2019 വിജ്ഞാപന പ്രകാരം ഇതിന് അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആയത് അപേക്ഷയിൽ അവകാശപ്പെടുകയും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ തങ്ങൾ ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് വില്ലേജ് ഓഫീസറിൽ നിന്നും ലഭിച്ചിട്ടുള്ള EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. ഇപ്രകാരം ചെയ്യാത്തവർക്ക് പ്രസ്തുത ആനുകൂല്യം നൽകുന്നതല്ല. ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായങ്ങളിലെ സാമ്പത്തികമായ പിന്നാക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരാണ് അല്ലെ, അതുകൂടി നമ്മളൊന്ന് അറിയണമല്ലോ. നമുക്ക് ആ മാനദണ്ഡങ്ങളൊന്ന് പരിശോധിക്കാം. ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സഹകരണ മേഖലയിലെയോ സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായമോ ഗ്രാന്റോ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയോ റെഗുലർ ജീവനക്കാരൻ ഉണ്ടായിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം ജീവനക്കാർക്കോ താൽക്കാലിക ജീവനക്കാർക്കോ ബാധകമല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ആദായ നികുതി നൽകുന്ന ഒരംഗവും ഉണ്ടായിരിക്കരുത്. 3, ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന് 1 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത്. 4, ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന്റെ മാസ വരുമാനം എല്ലാവിധ സ്രോതസ്സിൽ നിന്നുമായി 25,000 രൂപയിൽ കവിയരുത്. ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്നാൽ സംവരണം ആവശ്യപ്പെടുന്ന ആൾ, അയാളുടെ മാതാപിതാക്കൾ, അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, 18 വയസ്സ് പൂർത്തിയാകാത്ത മക്കൾ, സഹോദരങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ വില്ലേജ് ഓഫീസറുടെ പേരും ഒപ്പം തീയതിയും ഓഫീസ് സീലും ഉണ്ടായിരിക്കണം. 22/6/2024 തീയതിയിലെ കേരള സർക്കാർ 3/177/2022 ദേവസ്വം നമ്പർ 10 പ്രകാരം PSC നിയമന പ്രക്രിയയിലെ അടിസ്ഥാന തത്വങ്ങൾ ഊന്നിക്കൊണ്ട് ഹിന്ദു സംവരണ വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമന പ്രക്രിയയ്ക്കായി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലെ നിലവിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് കരട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ആയത് സർക്കാർ ഉത്തരവാകുന്ന മുറയ്ക്ക് മേൽപ്പടി ഭേദഗതി ചട്ടങ്ങൾ ഈ സെലക്ഷനും ബാധകമായിരിക്കും എന്നറിയിക്കുന്നു. ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ച പ്രകാരം മറ്റു വിധത്തിൽ യോഗ്യതകളുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ഥിരം ജീവനക്കാർക്ക് മുകളിൽ പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് അവരുടെ സേവന കാലയളവിന് തുല്യമായി പരമാവധി 5 വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. ഇപ്രകാരം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ സർവീസ് കാലയളവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ദേവസ്വം കമ്മീഷണറിൽ നിന്നും വാങ്ങി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ഈ ആനുകൂല്യത്തിന് അർഹത ഇല്ലാത്തവരാണ്. പിന്നെ LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ തസ്തികയിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖാന്തരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയമിക്കപ്പെടുന്നവർ 3 വർഷത്തിൽ കുറയാതെ ഉള്ള കാലം സർവീസിൽ തുടർന്നു കൊള്ളാമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് സർവീസിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ദേവസ്വം കമ്മീഷണർ ചീഫ് എഞ്ചിനീയർ പേരിൽ 50,000 രൂപയുടെ ബോണ്ട് വയ്ക്കേണ്ടതാണ് എന്ന നിർദ്ദേശം സ്പെഷ്യൽ റൂൾസിൽ ഉൾപ്പെടുന്നതിലേക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രസ്തുത നിർദ്ദേശം സർക്കാർ അംഗീകരിച്ച് സ്പെഷ്യൽ റൂൾസിൽ ഭേദഗതി നിലവിൽ വരുന്ന മുറയ്ക്ക് മേൽപ്പടി ഭേദഗതി ഈ വിജ്ഞാപന പ്രകാരം സെലക്ഷൻ നടപടികൾ പൂർത്തീകരിച്ച് നിയമന ശുപാർശ ചെയ്യുന്നവർക്കും ബാധകമായിരിക്കും എന്ന് അറിയിക്കുകയാണ്. 3 വർഷത്തെ ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണ്? എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് www.kdrb.kerala.gov.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം
ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം എന്ന നിഷ്കർഷയുണ്ട്. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥിക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്തു സൂക്ഷിക്കാവുന്നതാണ്. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. അപേക്ഷിക്കുന്നതിന് മുൻപ് തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണ് എന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. റിക്രൂട്ട്മെന്റ് ബോർഡുമായുള്ള കത്തിടപാടുകളിലും യൂസർ ID പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. ഈ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് ബോർഡിന് മുമ്പാകെ വിജയകരമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ താൽക്കാലികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. ആയതിനു ശേഷം അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുന്നതിനോ അപേക്ഷ പിൻവലിക്കുന്നതിനോ കഴിയുകയില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾക്ക് വിപരീതമായി കാണുന്ന പക്ഷം നിരുപാധികം നിരസിക്കപ്പെടുന്നതായിരിക്കും. പിന്നെയോ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പരിചയം, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. DD ആയോ മണി ഓർഡർ ആയോ ചെലാൻ മുഖാന്തിരമോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടയ്ക്കാൻ പാടില്ല. ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കി തരുന്നതല്ല. പിന്നെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സെപ്റ്റംബർ മാസം 30-ാം തീയതി അർദ്ധരാത്രി 12 മണി വരെയാണ്. അത്രയും നാളൊന്നും തള്ളിക്കൊണ്ടു പോകരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നിമിഷം, ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ തന്നെ അപേക്ഷിക്കുക. പിന്നീട് നമ്മുടെ വെബ്സൈറ്റ് ജാമായി പോവുകയോ ഒക്കെ ചെയ്താൽ പിന്നീട് നമ്മളത് കഷ്ടപ്പെടും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം നേരത്തെ പറഞ്ഞതുപോലെ www.kdrb.kerala.gov.in ആണ്. പിന്നെ ഫോട്ടോ, ID കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് റെഗുലേഷൻസ് 2016 അപ്പൻഡിക്സ് 3B വിജ്ഞാപനത്തിന്റെ പാർട്ട് 2 അല്ലെ, അതിലെ പൊതുവ്യവസ്ഥകൾ കാണുക. വിജ്ഞാപനത്തിന്റെ പാർട്ട് 2-ൽ കൊടുത്തിരിക്കുന്ന പൊതുവ്യവസ്ഥകൾ നിർബന്ധമായും നോക്കിയിരിക്കണം എന്ന് ഉദ്യോഗാർത്ഥികളോട് വിജ്ഞാപനം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ സിലബസിലേക്ക് കടക്കുകയാണ്. സിലബസിൽ 6 പാർട്ടുകളാണുള്ളത്. 1 പൊതുവിജ്ഞാനവും ആനുകാലികവും, 2 ലഘുഗണിതം, മാനസിക ശേഷി, യുക്തിചിന്ത, 3 ജനറൽ ഇംഗ്ലീഷ്, 4 പ്രാദേശിക ഭാഷ മലയാളം, തമിഴ്, കന്നഡ, കമ്പ്യൂട്ടർ വിജ്ഞാനമാണ് 5-ാം ഭാഗത്ത്. അവസാന ഭാഗത്ത് ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാര അനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ. ഇങ്ങനെ 6 പാർട്ടായിട്ട് നമ്മുടെ സിലബസിനെ തിരിച്ചിട്ടുണ്ട്. ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതും വിശദമായ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. പൊതുവിജ്ഞാനവും ആനുകാലികവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക, കായിക, കലാ, വിനോദ, സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേക്ഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ, പ്രധാന നേട്ടങ്ങൾ, പ്രമുഖ ദേശീയ, അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, സാരഥികൾ എന്നിവരെ കുറിച്ച് ഒരു ധാരണ തീർച്ചയായും പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ സാമൂഹിക, സാമ്പത്തിക, വ്യാവസായിക, വിവര വിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെ കുറിച്ചും ആ നേട്ടം കൈവരിക്കാൻ നമ്മളെ സഹായിച്ച പ്രധാന വ്യക്തികളെ കുറിച്ചും സാമാന്യമായ അറിവുണ്ടായിരിക്കണം. പിന്നെയോ കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അന്തർദേശീയ, ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം, കൈവരിച്ച നേട്ടങ്ങൾ, അർജുന അവാർഡ് ജേതാക്കൾ, പ്രധാന കായിക മത്സരങ്ങൾ, അതിന്റെ ജേതാക്കൾ എന്നിവരെ കുറിച്ചും
ധാരണയുണ്ടായിരിക്കണം. പത്രം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാനാകാത്തതാണ്. രാഷ്ട്രീയം മാത്രമല്ല, പിന്നെയോ ശാസ്ത്രം മാത്രമല്ല, സാമ്പത്തിക മേഖല മാത്രമല്ല, കായിക രംഗം ഉൾപ്പെടെയുള്ള ഒരു ന്യൂസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് അരിച്ചു പെറുക്കാതെ നിർവാഹമില്ല എന്ന് പൊതുവിജ്ഞാനം അടിവരയിട്ട് പറയുന്നു. തീർന്നില്ല. ഗതാഗതം, റോഡുകൾ, റെയിൽവേ, ജലപാതകൾ, വ്യോമയാനം രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും അവ വഹിക്കുന്ന പങ്ക്, ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ഇന്ത്യൻ റെയിൽവേ, അന്താരാഷ്ട്ര തീവണ്ടികൾ, വിവിധ റെയിൽവേ സോണുകൾ, മെട്രോ റെയിലുകൾ, അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, ദേശീയ ജലപാതകൾ, കപ്പൽ നിർമ്മാണശാലകൾ എന്നിവയെ കുറിച്ച് ധാരണയുണ്ടായിരിക്കണം. പിന്നെയോ ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ, അവരുടെ രചനകൾ, കഥാപാത്രങ്ങൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, അവാർഡ് ജേതാക്കൾ, കലാസാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേരള കലാമണ്ഡലം ഉൾപ്പെടെയുള്ളവ, അവയുടെ സാരഥികൾ എന്നിവരെ കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കണം. പിന്നെയോ ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം, അതിന്റെ ലക്ഷ്യവും പ്രയോജനവും, പിന്നെയോ ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഗ്രാമ പഞ്ചായത്തുകൾ, അവയുടെ ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ എന്നിവയെ കുറിച്ചൊരു ധാരണ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. പിന്നെയോ സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും, മന്ത്രിസഭ, മന്ത്രിമാർ, വകുപ്പുകൾ, ചീഫ് സെക്രട്ടറി, വിവിധ സർക്കാർ വകുപ്പുകൾ, ബോർഡുകൾ, കമ്മീഷനുകൾ, അതോറിറ്റികൾ, ഇവയുടെ ഘടനയും പ്രവർത്തന ലക്ഷ്യങ്ങളും, അതുപോലെ ജില്ലാ ഭരണം, കളക്ടർമാരുടെ പ്രധാനപ്പെട്ട ചുമതലകളും അധികാരങ്ങളും, പിന്നെയോ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി, അതായത് വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ, അവയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, ഘടന, സാരഥികൾ, അവർ കൈവരിച്ച നേട്ടങ്ങൾ, സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, ഇവയെ കുറിച്ചൊരു ധാരണ നിർബന്ധമായിട്ടും ഉണ്ടാകണം. പിന്നെ ഇതൊക്കെ PSC പരീക്ഷകളിൽ പൊതുവായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യ വിഭാഗം അല്ലെങ്കിൽ ചോദ്യം വരുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിലെ, വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, സാമൂഹിക വനവത്കരണ പദ്ധതികൾ, പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ, അവരുടെ സംഭാവനകൾ, ഇക്കോ ടൂറിസം. സമീപകാലത്ത് ഈ ഭാഗത്തു നിന്ന് ധാരാളം ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ ചോദിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടന, ഭരണഘടനയുടെ ആമുഖം, മൗലിക അവകാശങ്ങൾ, കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക എന്നിവയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ, പിന്നെയോ യുനെസ്കോ അല്ലെ, ഐക്യരാഷ്ട്രസഭയുടെ പിറവിയും ലക്ഷ്യങ്ങളും, ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം, അടിസ്ഥാന തത്വങ്ങൾ, അംഗരാജ്യങ്ങൾ, ഔദ്യോഗിക ഭാഷകൾ, പ്രധാന ഘടകങ്ങൾ, അനുബന്ധ സംഘടനകൾ, പ്രവർത്തനം, ആസ്ഥാനങ്ങൾ, ഐക്യരാഷ്ട്ര ദിനം, ആഘോഷ ലക്ഷ്യങ്ങൾ, മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ, കോമൺവെൽത്ത്, ചേരിചേരാ പ്രസ്ഥാനം, സാർക്ക് ഉച്ചകോടി, ആസിയാൻ, ബ്രിക്സ് അല്ലെ തുടങ്ങിയ അംഗരാജ്യങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ നമ്മുടെ പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പരീക്ഷയിൽ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. പിന്നെ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, അവയുടെ ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, ഇലക്ഷൻ പരിഷ്കാരങ്ങൾ, ലോകസഭ, നിയമസഭ തിരഞ്ഞെടുപ്പുകൾ. പിന്നെയോ സാമൂഹിക നന്മയും സുരക്ഷയും സാമൂഹിക ഭദ്രതയും സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, സാമൂഹിക സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇവയെ കുറിച്ചുള്ള ധാരണ ഉണ്ടാകണം. പിന്നെ കേരളത്തിലെ അഴിമതി നിരോധന നിയമങ്ങൾ, അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, ലോക്പാല്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ,
കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ, ബ്യൂറോകൾ, അവയുടെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും. പിന്നെ ഗ്ലോബലൈസേഷൻ അഥവാ ഗ്ലോബലൈസേഷൻ അല്ല, ഗ്ലോബൽ വാർമിംഗ് അല്ലെ, ആഗോള താപനം, ഓസോൺ പാളികളുടെ ശോഷണം, അതിന്റെ കാരണങ്ങൾ, മുൻകരുതലുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നിവയെ കുറിച്ചുള്ള ധാരണ. പിന്നെ വനങ്ങളുടെ പ്രാധാന്യം, പ്രത്യക്ഷ പരോക്ഷ ഗുണങ്ങളാണ് കേട്ടോ. എഴുതിയപ്പോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. വിവിധ തരം വനങ്ങളുടെ പ്രാധാന്യവും അവയെ തരംതിരിച്ചിട്ടുണ്ടല്ലോ. വനങ്ങളുടെ ഗണങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യക്ഷ പരോക്ഷ ഗണങ്ങൾ, അവയുടെ സബ് ഡിവിഷൻസ്. പിന്നെ വിവിധ തരം വനങ്ങൾ, ഉഷ്ണമേഖലാ വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, ജൈവ വൈവിധ്യവും സംരക്ഷണവും, വിവിധ ജലസ്രോതസ്സുകൾ, സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ, വനസംരക്ഷണ നിയമങ്ങൾ, ചട്ടങ്ങൾ, വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ, ഇവ അറിഞ്ഞിരിക്കണം. പിന്നെ റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ്, ട്രാഫിക് നിയമ ലംഘനങ്ങൾ, ട്രാഫിക് നിയമം നടപ്പിലാക്കൽ, അധികാരികൾ, റോഡ് സുരക്ഷാ ദിനാചരണം, പ്രാധാന്യവും പ്രസക്തിയും, കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, കേരളീയ കലാപാരമ്പര്യം, നാടൻ കലകൾ, നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, ഇതൊക്കെ എവിടെയും റിപ്പീറ്റ് വരുന്നുണ്ട്. അപ്പുറത്ത് അല്ലെ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിലും ഈ പറയുന്ന ടോപ്പിക്കുകൾ ആവർത്തിക്കുന്നുണ്ട്. അനുഷ്ഠാന കലകൾ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖ കലാകാരന്മാർ, വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, സ്മാരകങ്ങൾ. പിന്നെയോ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, കായലുകൾ, മണ്ണിനങ്ങൾ, സസ്യജന്തുജാലങ്ങൾ, ഗതാഗതം, വാർത്താവിനിമയം, വ്യവസായം, പ്രകൃതി ദുരന്തങ്ങൾ, അതിന്റെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ. പിന്നെയോ പ്രാചീന കേരളം, മധ്യകാല കേരളം എന്നിവയുടെ അടിസ്ഥാന വിവരങ്ങൾ. ആധുനിക കേരളത്തിലേക്ക് കടക്കുമ്പോൾ യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ. പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖല എന്നിവയുടെ പുരോഗതിയും നേട്ടങ്ങളും. പിന്നെ സാമൂഹിക പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, ഐക്യ കേരളം, സംസ്ഥാന രൂപീകരണം, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആനുകാലിക വിഷയങ്ങളെ കുറിച്ചും ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് പരീക്ഷ നമുക്ക് സുഗമമായി എഴുതി തീർക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇത്രയും വിശദമായ ഒരു GK സിലബസ് കണ്ട് നിങ്ങൾ പേടിക്കരുത്. കാരണം എന്താണ്, ഇത് എല്ലാ PSC പരീക്ഷകൾക്കും കൊടുക്കുന്ന പൊതുവായ സിലബസ് ആണ്. GK ആനുകാലികം അല്ലെ, അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ മതിയാകൂ. ഇത് പഠിപ്പിക്കുന്നത് അതാത് വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള എൻട്രിയിലെ പ്രഗത്ഭരായ അധ്യാപകരായിരിക്കും. അപ്പൊ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ ഏതാണ്, ഏതു ഭാഗത്തു നിന്നാണ് സമീപകാലത്തായി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നത്, നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ പ്രദീപ് സാർ അടക്കമുള്ള അധ്യാപകർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും വിശദമായ ഒരു സിലബസ് കണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. പിന്നെ നമുക്ക് എങ്ങോട്ടേക്ക് കടക്കാം? കണക്കിലേക്ക് കടക്കാം. ലഘുഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയും, അതിൽ തന്നെ അംശബന്ധവും അനുപാതവും, 2 അളവുകളുടെ അംശബന്ധം, 3 അളവുകളുടെ അംശബന്ധം, നേരനുപാതം, വിപരീത അനുപാതം എന്നിവ, ശതമാനം, ശരാശരി, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഉപയോഗിച്ചുള്ള ക്രിയകൾ, ജ്യാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും, വൃത്തം, ത്രികോണം, ചതുരം എന്നിവയുടെ, പിന്നെ സമയവും ദൂരവും, അടിസ്ഥാന ആശയങ്ങൾ, ദിശാബോധം, അനുക്രമങ്ങൾ, സംഖ്യാനുക്രമങ്ങൾ, അക്ഷര അനുക്രമങ്ങൾ, സാധ്യതകളുടെ ഗണിതം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗണിതവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത മേഖല ഇംഗ്ലീഷ് ആണ്. ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രിഹെൻഷൻ, സിമ്പിൾ പാസേജസ് ഫോളോഡ് ബൈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ അല്ലെ, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. പിന്നെ ടെസ്റ്റിംഗ് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, അതായത് വൊക്കാബുലറി, ആന്റോണിംസ്, സിനോണിംസ്,
ചേഞ്ച് ഓഫ് ജെൻഡർ, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇതൊക്കെ മലയാളത്തിലും ഉള്ളതാണ് അല്ലെ. അർത്ഥവ്യത്യാസം, വിപരീതം, അതുപോലെ ഒറ്റപ്പദങ്ങൾ, പദശുദ്ധി, ഇതൊക്കെ തന്നെ നമ്മൾ എവിടെയും പഠിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ പഠിക്കേണ്ടതാണ്. ഇനി ഗ്രാമർ പാർട്ടും ഉണ്ട്, വൊക്കാബുലറി പാർട്ട് മാത്രമല്ല. ഇംഗ്ലീഷിലെ ഗ്രാമർ പാർട്ടിലേക്ക് കടക്കുമ്പോൾ ടെൻസ്, കറക്റ്റ് യൂസ്, കോമൺ ഇറേഴ്സ് ഇൻ യൂസിംഗ് ടെൻസ്, കോൺകോർഡ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ്, പ്രിപ്പോസിഷൻ, പാസിഫിസ്റ്റേഷൻ അതായത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും, പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്, പിന്നെ ആർട്ടിക്കിള്, ക്വസ്റ്റ്യൻ ടാഗ്സ്, മോഡൽ ഓക്സിലറീസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, എറർ ഐഡന്റിഫിക്കേഷൻ അഥവാ സ്പെല്ലിംഗ്, അഡ്ജക്റ്റീവ്സ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, കോമൺലി യൂസ്ഡ് ഫ്രൈസൽ വെർബ്സ് ആൻഡ് ഇഡിയംസ് അല്ലെ. അതൊക്കെ എവിടെയോ ഉള്ളതാണ്, മലയാളത്തിലും പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. മലയാളത്തിലേക്ക് വന്നാൽ വാക്യത്തിന്റെ അന്വയം, പൊരുത്തം, വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള ശേഷി, അതായത് വാക്യശുദ്ധിയാണ്. ഒരു വാക്യം എങ്ങനെയാണ് തെറ്റുകൂടാതെ നിബന്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. പിന്നെ ലിംഗപ്രകരണം, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിവയെ കുറിച്ചുള്ള ധാരണ, പിന്നെ വിഭക്തിയും കാരകവും, വചനം അല്ലെ, ഏകവചനം, ബഹുവചനം എന്നീ വചന വിഭാഗങ്ങൾ, പിന്നെ നാമപദങ്ങളുടെ സ്വരൂപം, നാമത്തോട് ചേരുന്ന പ്രത്യയങ്ങൾ, അവ മൂലമുണ്ടാകുന്ന അർത്ഥഭേദം എന്നിവയെ സംബന്ധിച്ച ധാരണ അല്ലെ. പലതരത്തിലുള്ള പ്രത്യയങ്ങൾ, വിഭക്തി പ്രത്യയങ്ങൾ, കാലപ്രത്യയങ്ങൾ, ലിംഗപ്രത്യയങ്ങൾ എന്നിവ പലതും നാമപദങ്ങളോട് ചേർന്നുണ്ടാകുമ്പോൾ ഗതി, ഘടകം, വ്യാക്ഷേപകം അല്ലെ തുടങ്ങിയവയുടെ കൃത്യമായ പ്രയോഗത്തെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം അത്രേ. പിന്നെയോ കാലം, പ്രകാരം, അനുപ്രയോഗം, ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ, ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ, വാക്യത്തിന്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ധാരണ. പിന്നെ വിശേഷണം, വിശേഷണ പദങ്ങൾ, അവയുടെ ധർമ്മം, പ്രയോഗം തുടങ്ങിയവയിലുള്ള ധാരണ. പിന്നെയോ പദനിഷ്പാദനം അല്ലെ, പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യയങ്ങൾ ചേർത്തും പദനിഷ്പാദനം നടത്താനും അർത്ഥഭേദം തിരിച്ചറിയാനുമുള്ള ശേഷി. ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്? സമാന പദം, പര്യായ പദം വന്നിട്ടുണ്ട്, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത് വന്നിട്ടുണ്ട്, അർത്ഥവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും ഉചിത സന്ദർഭങ്ങളിൽ അവ പ്രയോഗിക്കാനുമുള്ള ശേഷി. മലയാളവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പരീക്ഷയുടെ സിലബസിൽ നിന്നും വ്യക്തമാകുന്നു. പിന്നെയോ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്രോത്സവങ്ങൾ, ആഘോഷങ്ങൾ, അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും, കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ, പ്രത്യേകതകൾ, സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രകലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, അനുഷ്ഠാന കലകൾ, അനുഷ്ഠാന വാദ്യകലകൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, മറ്റു പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ, അവയുടെ സ്രഷ്ടാക്കൾ, കഥാപാത്രങ്ങൾ, ഹൈന്ദവ ആചാര്യന്മാർ, തത്വചിന്തകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ഭക്തിപ്രസ്ഥാനം, ഭക്തിപ്രസ്ഥാനത്തിന്റെ ആവിർഭാവം, ഭക്തിപ്രസ്ഥാനത്തിലെ നായകന്മാർ, അവരുടെ ആധ്യാത്മിക രചനകൾ. പിന്നെയോ വിവിധ ദേവസ്വം ബോർഡുകൾ അല്ലെ, മലബാർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്നിവ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവയുടെ ആവിർഭാവം, നിലവിലെ ശ്രേണി ക്രമീകരണവും ക്ഷേത്ര ഭരണവും അല്ലെ, ഇതിന്റെയൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് നിലകൊള്ളുന്നത്, അവരുടെ പേര് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. പിന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഥവാ KDRBയുടെ ആവിർഭാവം, അതിന്റെ കടമകളും ഉത്തരവാദിത്വങ്ങളും ഭരണശ്രേണി ക്രമീകരണവും. ഇത്രയും കാര്യങ്ങളാണ്
സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, ഇതിൽ തന്നെ പ്രത്യേക പരിഗണന നൽകേണ്ട മേഖലകളെ കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇപ്പൊ ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. അതുപോലെ ഓരോ മേഖലയും കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ഏതൊക്കെ മേഖലയിലാണ് പ്രത്യേക ഊന്നൽ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ മുൻപ് നടന്നിട്ടുള്ള പരീക്ഷകളിൽ, ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ തന്നെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, അതുപോലെ ആവർത്തിക്കുന്ന ചോദ്യ മേഖലകൾ, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതായത് 2022 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC പരീക്ഷയിൽ എൻട്രിയിൽ നിന്നുള്ള 135 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഏറ്റവും ആശ്വാസകരവും സന്തോഷകരവുമായ വർത്തമാനം, ഈ 135 പേർക്കും അഡ്വൈസ് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, മറ്റു പരീക്ഷയിൽ നിന്ന് ഇതിനെ വേർതിരിച്ച് നിർത്തുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ, എത്രത്തോളം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 135 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ആ 135 പേർക്കും അഡ്വൈസ് ലഭിക്കുകയും ചെയ്തിരുന്നു. 3 വർഷത്തെ കാലാവധിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. അങ്ങനെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരീക്ഷ ഇത്രമാത്രം ആകർഷണീയമായി തീരുന്നത്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി ഉറപ്പാണ് എന്ന് ചുരുക്കം. ഇനി അത് വിചാരിച്ചുകൊണ്ട് കട്ട് ഓഫ് ഇനി വളരെ വലുതാകുമോ? ഇല്ല. കട്ട് ഓഫ് എത്രയായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക്? 51 മാർക്കായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു പരിസര പ്രദേശത്ത് തന്നെയായിരിക്കും ഇത്തവണ നടക്കാനിരിക്കുന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കും. ഏറ്റവും ആശ്വാസത്തോടു കൂടി നമുക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുത്തിയിരുന്ന് പഠിച്ചാൽ തീർച്ചയായും വിജ്ഞാപനമല്ല, അഡ്വൈസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഒട്ടും താമസിക്കേണ്ട. നിങ്ങൾ ഇതുവരെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, എൻട്രിയിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ശാസ്ത്രീയവും ക്രമീകൃതവുമായ രീതിയിൽ പഠിച്ചു തുടങ്ങാം. പരീക്ഷയ്ക്ക് ഒരുപാട് ദിവസങ്ങളുണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. നാളെയാണ് പരീക്ഷ എന്ന രീതിയിൽ നമുക്ക് കുത്തിയിരുന്ന് പഠിക്കാം. ഈ ജോലി നിങ്ങൾക്കുള്ളതാകട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.